വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 9, 23 മുതലുള്ള തിരുവചനങ്ങൾ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം? പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മെ ക്ഷണിക്കുക, നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ അനുദിനം അനുഗമിക്കുക എന്നാണ്. കുരിശുകളില്ലാത്ത മനുഷ്യരുണ്ടോ? നൊമ്പരവും വേദനയുമില്ലാത്ത വല്ലവരും ഈ ഭൂമിയിലുണ്ടോ? പ്രത്യേകിച്ച് വിശ്വാസികളായ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് എങ്ങനെ ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. യേശു തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഈ പീഡാനുഭവങ്ങളുടെ സമയം അടുത്തപ്പോൾ മുട്ടിന്മേൽ നിന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ജീവിതത്തിൽ നൊമ്പരങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ നമ്മുടെയും പ്രാർത്ഥന അറിയാതെ ഇതുതന്നെയായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവം അങ്ങേഹിതം പോലെ ആകട്ടെ എന്ന് കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുവാൻ നാം മറന്നു പോകാറുമുണ്ട്. യേശുവിനറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഈ പീഡാനുഭവങ്ങളും കുരിശുമരണവും, എന്നാൽ അതിൻ്റെ എല്ലാം സമാപ്തിയായി ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകുമെന്ന്. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നു, ജനപ്രമാണികളും ഫരീസയരും എന്നെ തിരസ്കരിക്കുകയും അവഹേളിക്കുകയും കുരിശുമരണത്തിലേൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഈ പീഡാനുഭവത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും വേദനകളും ത്യാഗത്തോടുകൂടി എടുക്കുമ്പോൾ ഈ കുരിശുകൾക്ക് ഒരു പുതിയ അർത്ഥം കൈവരുന്നു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അതിശ്രദ്ധേയമായ ഒരു ചാക്രിക ലേഖനം സാൽവിഫിച്ചി ഡൊളോറിസ്, സഹനത്തിൻ്റെ മഹത്വീകരണം എന്ന ആ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുക, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് നാം നിൽക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾക്ക് ഒരു പുതിയ അർത്ഥം, മാനം കയറുന്നുവെന്നാണ്. Beneath the cross of Christ, the suffering of human persons has a new meaning and significance. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ യേശുവിൻ്റെ കുരിശിനുമായി നാം ചേർന്ന് നിൽക്കുമ്പോൾ ആ കുരിശുകൾക്കപ്പുറം ഒരു ഉത്ഥാനത്തിൻ്റെ സന്തോഷം, സൗഭാഗ്യം പ്രതീക്ഷിക്കാനാകും. സഹനത്തെപ്പറ്റിയുള്ള എല്ലാ വിചിന്തനവും ചെന്ന് നിൽക്കുക വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകത്തിലാണല്ലോ. ജോബ് പറയുക, നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. കർത്താവ് തന്നു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ്. ആത്യന്തികമായി ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച ജീവിതങ്ങൾക്ക്, ജീവിതത്തിലെ സഹനങ്ങൾക്ക് ഒരു പുതിയ അർത്ഥം കണ്ടെത്താനാകും.
ആൽബർട്ട് എന്ന് പറയുന്ന ഒരു യുവാവ് ഒരിക്കൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ചെറിയ ആശുപത്രിയിൽ ചെന്നത്രേ. സിസ്റ്റേഴ്സ് അവനോട് പറഞ്ഞു, ഈ കാലിലെ വലിയ വ്രണം മരുന്ന് വെച്ച് പുരട്ടി തരണമെങ്കിൽ ഒരുപക്ഷേ ആൽബർട്ട് നിനക്ക് ധാരാളം വേദന സഹിക്കേണ്ടി വരും. പക്ഷേ ആൽബർട്ട് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് മതിലിൽ വച്ചിരുന്ന ആ ക്രൂശിത രൂപത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സ്, അഥവാ എൻ്റെ കാലിൽ എന്തെങ്കിലും മരുന്ന് വെച്ച് പുരട്ടി തരികയാണെങ്കിൽ ആ സമയത്ത് ആ കുരിശിത രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കുവാൻ അല്ലെങ്കിൽ ഇരിക്കുവാൻ എന്നെ അനുവദിച്ചാൽ മതി. ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി എൻ്റെ എല്ലാ നൊമ്പരവും ഞാൻ സഹിച്ചുകൊള്ളാം. പ്രിയമുള്ളവരെ, ചോദ്യം ഇതാണ്: ഈ യുവാവിന് എങ്ങനെ തൻ്റെ ജീവിതത്തിലെ നൊമ്പരകളും വേദനകളും സ്വീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെ കുരിശ്, ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം ആശ്വാസമായി മാറുന്നു? സങ്കീർത്തനം 23:1, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. നമുക്ക് കരുത്തു നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നൊമ്പരങ്ങളിൽ, വേദനകളിൽ, മുറിവുകളിൽ ആശ്വാസവും അനുഗ്രഹവുമായി മാറുന്നു. പൗലോസ് അപ്പോസ്തലന്റെ മാതൃക നമുക്ക് വലുതാണ്. അദ്ദേഹം കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് വിട്ടകലുവാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ മുള്ള്? സ്കോൾപോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇതിൻ്റെ മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 3 വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിരന്തരമായി സഹിച്ചിരുന്ന എതിർപ്പുകളും വെല്ലുവിളികളും പ്രതിസന്ധികളുമൊക്കെ ആകാം. കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ 24 മുതലുള്ള വചനങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പലതവണ ഞാൻ മരണവക്രത്തിൽ അകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറേ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ട് 1 രാത്രിയും 1 പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള നിരന്തരമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും ഒക്കെയാകാം ഈ മുള്ള് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മറ്റു ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ മുള്ള് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക, പൗലോസ് അപ്പോസ്തലൻ ഇത്രയധികം ധീരമായി, ഇത്രയധികം പ്രവർത്തന നിരതനായിരുന്നിട്ടും ജനങ്ങളോട് ഇത്രയധികം താല്പര്യത്തോടെ യേശുവിനെ പ്രഘോഷിച്ചിട്ടും ജനങ്ങളിൽ നിന്ന് ഒരു നല്ല സമീപനം കിട്ടുന്നില്ല. അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം വരുന്നില്ല. ഈ ജനങ്ങളുടെ ഒരു മരവിച്ച പ്രതികരണമാകാം മുള്ള് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ പൗലോസ് അപ്പോസ്തലനെ എന്നും വിഷമിപ്പിച്ചിരുന്ന, അലോസരപ്പെടുത്തിയിരുന്ന അപസ്മാരം പോലുള്ള ഒരു രോഗമുണ്ട്. പ്രത്യേകിച്ച് വീറും വാശിയോടുകൂടെ യേശുവിനെ പ്രഘോഷിക്കുന്ന സമയത്താകാം, വലിയ ജനാവലിയുടെ മുൻപിൽ നിന്ന് യേശുവിൻ്റെ ആ വിശ്വാസം ധീരമായി പ്രഘോഷിക്കുമ്പോഴാകാം ഈ മനുഷ്യൻ ഈ അപസ്മാര രോഗത്താൽ തളർന്ന് വീഴുന്നതും താഴെ കിടന്ന് പിടയുന്നതും നുരയും പതയുമെല്ലാം വമിപ്പിക്കുന്ന വിധത്തിൽ ആകെ വിഷമിക്കുന്നതും. ഈ ഒരു രോഗമാകാം മുള്ള് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ടത്
പൗലോസ് അപ്പോസ്തലന് തന്നെ വിഷമിപ്പിച്ചിരുന്ന ഒരു മുള്ള്, ഒരു വേദന, ഒരു നൊമ്പരം ഉണ്ടായിരുന്നു എന്നും എന്നാൽ അത് എപ്രകാരമാണ് ഈ വിശുദ്ധ അപ്പോസ്തലൻ കൈകാര്യം ചെയ്തത് എന്നതുമാണ്. ഈ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ അദ്ദേഹം തുടർന്നെഴുതുന്നു, ഇത് വിട്ടകലുവാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. കാരണം ഈ വിശുദ്ധ അപ്പോസ്തലനറിയാം, തൻ്റെ ജീവിതത്തിൽ തനിക്ക് കരുത്ത് നൽകുന്ന, തനിക്ക് കൃപ നൽകുന്ന ആ ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യം, അനുഗ്രഹീത സാമീപ്യം, അതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അദ്ദേഹം തുടർന്നെഴുതുന്നു, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടുകൂടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ്റെ ഈ മനോഭാവം, തൻ്റെ ജീവിതത്തിലുള്ള ഈ നൊമ്പരം, വ്യഥ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ അന്വേഷിക്കുകയും ആ കൃപയിൽ ധൈര്യപ്പെടുകയും അനുഗ്രഹം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനോഭാവം, ഇത് നമുക്ക് മാതൃകയാണ്. കർത്താവ് പറയുക, നീ നിൻ്റെ കുരിശുമെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കുക എന്നാണ്. ആ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നൊമ്പരങ്ങളും വേദനകളും കുരിശുകളും ഒരു പുതിയ കരുത്തോടുകൂടെ നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനാകും. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീനാണ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുക, ക്രോസ് ഈസ് എ പ്രോബ്ലം ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ എന്ന്. കുരിശുകൾ മനുഷ്യജീവിതത്തിൽ പ്രശ്നതരമാണ്, എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ആശ്വാസം. പ്രിയമുള്ളവരെ, നാം എന്നും യേശുവിൻ്റെ കുരിശിനോടുകൂടെ ചേർന്ന് നടക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ അവസരങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ അവിടുത്തെ കരുത്ത്, അവിടുത്തെ കൃപ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും കണ്ടെത്താനാകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതം ഒരു ബസ് യാത്ര പോലെയല്ലേ എന്ന്. ഇരിക്കുവാൻ സൗകര്യമുള്ള ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ നാം മുകളിലുള്ള ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും. ആ മുകളിൽ നാം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നാം കൂടുതൽ സുരക്ഷിതരാകും. അപ്പോൾ വളവും തിരിവും കുണ്ടും കുഴിയും ഹമ്പും ഒക്കെ വരുമ്പോഴും നാം വീഴാതെ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് വരുമ്പോൾ മുകളിലുള്ള ആ പിടുത്തമുണ്ടെങ്കിൽ അല്പം ഒന്ന് മുന്നോട്ട് ആയുമായിരിക്കാം, എങ്കിലും നാം ഒരിക്കലും വീണു പോകില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ, ദൈവമായ കർത്താവിനെ നാം മുറുകെ പിടിക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ജീവിതയാത്ര എന്നും സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങും. ടാഗോറാണ് ഇപ്രകാരം തൻ്റെ ഒരു പ്രാർത്ഥന കുറിച്ച് വച്ചിരിക്കുന്നത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വേദനകളും രോഗങ്ങളും തരല്ലേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുക. പ്രത്യുത എന്ത് പ്രശ്നം വന്നാലും അത് സ്വീകരിക്കുവാനുള്ള കരുത്ത് എനിക്ക് നൽകുക. ഒരിക്കലും നിരാശനാകാതെ മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ ശക്തി എനിക്ക് പ്രദാനം ചെയ്യുക. ടാഗോർ പറയുക, ഗിവ് മീ ദ സ്ട്രെങ്ത്, ദൈവം എനിക്ക് ശക്തി നൽകുക എന്നാണ്. ഇതുതന്നെയായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. ജീവിതത്തിൽ എന്നും കർത്താവിൻ്റെ കരുത്ത് കണ്ടെത്തുവാൻ, അവിടുത്തെ കൃപ നമുക്ക് കരുത്തായി മാറുവാൻ നമുക്ക് സാധിക്കണം. യേശു നമ്മോട് പറയുക, നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കുക എന്നാണ്. കുരിശ് തൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ആ കുരിശിലൂടെ വിജയം കണ്ടെത്തിയ
ക്രിസ്തുവാണ് നമ്മോട് ഇന്ന് പറയുക, നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന്. നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവത്തോട് ചേർന്ന് നടന്നു പോകണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും ദൈവം നമുക്ക് കരുത്തായി വരണം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പലരും സ്വപ്നം കാണാറുണ്ട് ഒരു വേദനയുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത ഒരു ജീവിതമെന്ന്. പക്ഷേ ഈ ഭൂമിയിലുള്ള ജീവിതം എന്നും പ്രതിസന്ധികളുടെയും കൂടെ ജീവിതമാണ്. അറബികളുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട്, ഓൾ സൺഷൈൻ ക്യാൻ ബ്രിങ് ഓൺലി എ ഡെസേർട്ട്. അതായത് എന്നും പ്രകാശമാനമായി ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒരു മരുഭൂമിയെ ഉണ്ടാവുകയുള്ളൂ. ആ പഴമൊഴിയുടെ യഥാർത്ഥാർത്ഥം ജീവിതത്തിലെ കൊടുങ്കാറ്റും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയും കൂടുതൽ ജീവിതത്തെ മനോഹരമാക്കുവാൻ ഉപയുക്തമാക്കണം. സ്വർണം ഉലയിൽ ഉരുകുമ്പോഴാണ്, അങ്ങനെ ഉരുകി ഒലിച്ച് ഒരുപക്ഷെ വീണ്ടും സ്വർണ്ണപ്പണിക്കാരൻ്റെ താണ്ഡനമെല്ലാം ഏറ്റുകൊണ്ടാണ് ആ സ്വർണം കൂടുതൽ ശോഭയായി പ്രകാശിക്കുന്നതും മനോഹരമായ ആഭരണമായി മാറുന്നതും. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ കൂടുതൽ കരുത്തരാക്കുവാൻ ഇടയാക്കണം, അതിനുള്ള മാർഗമായി മാറ്റണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പിന്നീട് പറയുക, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന്. അങ്ങനെ തന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ കൃപ വിശുദ്ധ അപ്പോസ്തലൻ കണ്ടെത്തുമ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയുണ്ടാകട്ടെ, പ്രയാസമുണ്ടാകട്ടെ, അവയെല്ലാം നേരിടുവാനുള്ള ഒരു പുതിയ കരുത്ത്, ആന്തരിക ശക്തി ആർജിച്ചെടുക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ എന്നും വേണ്ടത് ഇതാണ്, ഈ ആന്തരികമായ കരുത്ത്. ഒരിക്കൽ ഒരു കുടുംബിനി എന്നോട് പറഞ്ഞു തോർക്കുന്നു, ഭർത്താവ് മദ്യപാനി, മകന് പഠനമെല്ലാം കഴിഞ്ഞിട്ടും ജോലി കിട്ടിയിട്ടില്ല, മകളുടെയും പഠനത്തിന് പല പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ അവൾ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യുവാൻ വിഷക്കുപ്പി കയ്യിലെടുത്തു. പക്ഷേ അവൾക്ക് തോന്നി ആരോ തന്നെ ആ കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ തോന്നി. അവൾ ആ വിഷക്കുപ്പിയുമായി യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ പോയി നിന്നു. അവൾ ആ തിരുഹൃദയത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ എന്തോ വലിയൊരു ശക്തി തന്നിലേക്ക് കടന്നു വരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ആ തിരുഹൃദയത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് ആ വിഷക്കുപ്പി അവൾ എടുത്തു മാറ്റി വലിച്ചെറിഞ്ഞു. നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് കരുത്ത് നൽകുന്ന, പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ നമുക്ക് ആശ്വാസമാകുന്ന ആ തിരുഹൃദയത്തിൻ്റെ യേശുവിലേക്ക് നാം നീങ്ങണം. ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളുടെയും അവസരങ്ങളിൽ ക്രിസ്തു നമുക്ക് ആശ്വാസമായി തീരും എന്നുള്ള ഉറപ്പോടുകൂടെ, ശരണത്തോടുകൂടെ നാം മുന്നോട്ട് പോകണം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ആ ഇടയൻ്റെ പിന്നാലെ അവിടെ നിന്നും നമ്മെ സാധ്വല ഭൂമിയിലേക്ക്, ആശ്വാസത്തിൻ്റെ കുളിർത്തണലിലേക്ക് അവിടെ നമ്മെ നയിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ ക്രിസ്തുവിനെ പിൻചെന്ന് മുന്നോട്ട് പോകണം. ആര് കൈവിട്ടാലും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പ്, ആ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഓർമ്മ, അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് എന്നും ആശ്വാസമായത്. ആര് കൈവിട്ടാലും കർത്താവ് എന്നെ കൈവിടില്ല. അതുതന്നെയാണ് പറയുക, കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയില്ലേ. കുരിശുകൾ വന്നാലും കൂരിരുകൾ നിറഞ്ഞാലും കൂട്ടിന് ക്രിസ്തു, കുരിശിലെ നാഥൻ കൂടെയുണ്ടെന്നുള്ള ആ ഉറപ്പ്, ആ ഉറച്ച ബോധ്യം, അത് നമുക്ക് അനുഗ്രഹമായി മാറണം. ക്രോസ് ഈസ് എ പ്രോബ്ലം, ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ ഈ വാക്കുകൾ
നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കട്ടെ. കുരിശുകൾ പ്രശ്നതരമാണ്. എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവാണ് എല്ലാ കുരിശുകൾക്കും ഉത്തരം, ആശ്വാസം. പ്രിയമുള്ളവരെ, ക്രിസ്തുവാകുന്ന ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമാകട്ടെ. നമുക്ക് എന്നും അവിടുത്തെ വിശുദ്ധ സാന്നിധ്യം അനുഗ്രഹപ്രദമായി മാറട്ടെ. ദൈവം നമ്മോട് കൂടെയുണ്ട്, അവിടുന്ന് നമ്മെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മോട് പറയുന്നു, നിൻ്റെ കുരിശുമെടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ വരിക. അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും. അവിടുന്ന് നമുക്ക് കരുത്ത് നൽകി, കൃപ നൽകി, ശക്തി നൽകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.